ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിമൻ ബുക്കിന്റെ മിനി എഫിന്റെ നെക്സ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ട് എവിടെയായിരുന്നു കൊണ്ട് നിർത്തിയത്? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു. പാവം നമ്മുടെ ജെക്കെയും ദയാങ്ങും കൂടെ ഒന്ന് റൊമാൻസ് ചെയ്യാന്ന് വെച്ച് വന്നപ്പം അടുത്ത പ്രശ്നമായിട്ട് ടപ്പെന്ന് പറഞ്ഞ ഡോറ് തുറന്ന് ജിന്നു വന്നല്ലേ. ജിന്നു ഡോറ് തുറന്ന് കളിപ്പായിട്ട് ജെക്കേനെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ എപ്പിസോഡ് നിർത്തിയത്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. രണ്ടുപേരും ഷോക്കായിട്ട് നോക്കുമ്പോൾ വന്നതാരാ? ജിന്നാണ്. തയാങ്കും ജെക്കയും തമ്മിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടതും ജിന്നിന് ഭയങ്കര ദേഷ്യമുണ്ട്. തയാങ്ക ഒന്ന് വന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ജിൻ. ജെക്കയ്ക്കാണ് ജിന്നിനെ കണ്ടതും കലിയാണ്. ഓ വന്നല്ലോ കറക്റ്റ് സമയത്ത്. പ്രൊഫസർ. ഹായ് പ്രൊഫസർ. ഹായ് ജെക്കെ. നീ എന്താ ഇവിടെ? ഇതെന്റെ ഫ്രണ്ട് തയാങ്കിന്റെ വീടല്ലേ, എനിക്കിവിടെ വന്നൂടെ? ഈ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്. പ്രൊഫസർ എന്താ ഇവിടെ, അതും ഈ രാത്രി? ഇങ്ങനെ മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് മമ്മി താഴേന്ന് വിളിക്കും. ഏയ് എല്ലാരും താഴോട്ട് വാ, ഫുഡെല്ലാം റെഡിയായി, സമയത്തായെന്ന് അറിയാവോ? യൂങ്കി മോനെ ചെല്, അവരെ മൂന്നേരെ വിളിച്ചിട്ടോ. ആ ശരി മമ്മി എന്ന് പറഞ്ഞിട്ട് യൂങ്കി നേരെ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നിട്ട് തയാങ്ക പ്രൊഫസർ ജെക്കെ മമ്മി വിളിക്കുന്നു, ബാ ഫുഡ് കഴിക്കാം. ശരി. ആ പിന്നെ ജെക്കെ ഈ ഫോൺ അങ്ങോട്ട് വെച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് യൂങ്കി നേരെ ഫോൺ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഇത്ര നേരം നീ ജിമിനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു? എന്റെ പൊന്നടാ, ജിമിനെ വിളിച്ച് നമ്മൾ ഇവിടെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ ഇന്ന് TV കാണുമായിരുന്നു ഹാളിൽ. നീ താങ്കോട്ട് സംസാരിക്കട്ടെ എന്ന് വെച്ച്. എന്തുവാടാ ഇത്, ജലസ് ബോയോ? അല്ലടാ, ഞാൻ ചോദിക്കുമായിരുന്നു നീ ജിമിനോട് സംസാരിക്കുകയാണോ അല്ലയോ. ഇത് കേട്ടത് തയാങ്ക് ഒരുമാതിരി ഷോക്കായിട്ട് ഇങ്ങനെ ജെക്കിനെ നോക്കും. ഇത് എന്തുവാ ജെക്കെ, സത്യത്തിൽ മനസ്സിലാകുന്ന പോലെ ഇല്ലല്ലോ ജെക്കയുടെ മനസ്സിൽ എന്താണെന്ന്. ജെക്കെ അങ്ങോട്ട് ഫോൺ വെക്കാൻ പോവും. യോങ്കി സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ചു പോവും. ഈ സമയത്ത് ജിന്നാണെങ്കിൽ താങ്കിനോട് പറയും, താങ്ക് യോങ്കിയും ജെക്കെ ഇന്ന് പോകുന്നില്ലേ? ഇല്ല ജിനു, അവരെന്ന് ഇവിടെ കിടക്കുന്നു. എങ്കിൽ നീ അവരെ രണ്ടുപേരെ നിന്റെ റൂമിൽ കിടത്തിട്ട് നീ എൻ്റെ റൂമിലോട്ട് വരണം. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ട. നമുക്ക് രണ്ടുപേർക്ക് ഒരു റൂമിൽ കിടക്കാം. ഈ നമ്മൾ തമ്മിൽ ഒരു റൂമിൽ കിടക്കാന്ന് പറയുന്നത് മാത്രമേ നമ്മുടെ ജെക്കെ കേൾക്കത്തുള്ളൂ. രണ്ടുപേർക്കും കൂടെ ഒരു റൂമിൽ കിടക്കണം അല്ലേ? കിടത്താം പ്രൊഫസറേ, ഞാൻ കിടത്താം. ഇവിടെ തേങ്ക എന്ന് പറഞ്ഞിട്ട് ജെക്കെ എന്ത് ചെയ്യും, താങ്കിനെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോവാണ്. ഒരുമാതിരി ദേഷ്യമായിട്ട് ജിന്നാണെങ്കിൽ ഇവര് പോകുന്നത് നോക്കി നിൽക്കുവാണ്. അങ്ങനെ 4 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിൾ വരുമ്പോഴേക്കും ജിന്ന് പറയും, ഒരു മിനിറ്റ് മമ്മി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോകും. ഇവൻ നേരെ റൂമിലോട്ട് കയറി പോകുന്നത് കണ്ടിട്ട് ജെക്കയും യോങ്കിയും ഭയങ്കര ഷോക്കായിട്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ്. എന്തുവാടെ ഇവന് സ്വന്തമായിട്ട് ഇവിടെ മുറിയൊക്കെ ഉണ്ടോ? അറിയത്തില്ലടാ, നീ ഒന്നും മിണ്ടായിരിക്കാവോ? അത് പിന്നെ മമ്മി, ജിന്നിന്റെ വീട് അപ്പുറത്താന്നല്ലേ പറഞ്ഞത്? ജിന്നിന് ഇവിടെ സ്വന്തമായിട്ട് റൂമൊക്കെ ഉണ്ടോ? എന്താ മോനെ യോങ്കി പറയുന്നത്? ജിന്നിന്റെ വീട് അപ്പുറത്താ? ഏതപ്പുറത്ത്? ജിന്നും താങ്ങി തമ്മിലുള്ള റിലേഷൻ എന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇല്ല. അയ്യോ ജെക്കെ, ഇനി ഇവരെ കല്യാണം വല്ലതും കഴിഞ്ഞോ? മമ്മി ഇവരെ കല്യാണം കഴിച്ചെന്ന് വല്ലതും പറയോ? ഒന്നും മിണ്ടാതിരിക്കാവോടാ, നിനക്ക് എന്താ? ഇല്ല മമ്മി, എന്താ റിലേഷൻ? ഇത് കേട്ടതും തയാങ്കിന്റെ മോഹമൊക്കെ ഒരുമാതിരി മാറി. അയ്യോ മമ്മി വല്ലതും ഇപ്പൊ പറയുവോ? അത് പിന്നെ മമ്മി വെള്ളം തരാം. പിന്നെ ജിന്നെന്ന് പറയുന്നത് എന്റെ മൂത്ത മോനാ. എന്ത്? ഇത് കേട്ടത് യോങ്കിക്കും ജെക്കയ്ക്കും ഭയങ്കര ഷോക്കാണ്. എന്ത് മൂത്ത മോനാ? അയാൾക്കിനാണെങ്കിൽ അതിനെക്കാട്ടില് ഷോക്ക്. അയ്യോ ഈ മമ്മിയുള്ള സത്യം എല്ലാം പറയും. ജെക്കെ എന്റെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്റെ മൂത്തമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാങ്കിന്റെ പപ്പയുടെ ചേട്ടന്റെ മോനാവൻ. അവനൊരു 3 വയസ്സുള്ളപ്പോഴേക്കും അവന്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റ് മരിച്ചുപോയി. അന്ന് ഇവിടെ കൊണ്ടുവന്നത് അവന് എന്റെ മമ്മിയായിട്ട് എന്നെ കാണുന്നത്. ഞാനും അവനെ മൂത്തമോനായിട്ടാണ് കാണുന്നത്. തയാങ്ക് ജനിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. തയാങ്കുമായിട്ട് അവൻ എല്ലായിടത്തും പോകും. ഉള്ള കുരുത്തക്കേട് മൊത്തം കാണിക്കും. ഈ തയാങ്ക് കൊച്ചിലെ എന്ത് വരെന്നറിയാവോ? ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഇവന് ഓരോ കുരുത്തക്കേട് കാണിച്ചു വെക്കും. ജിന്ന് അതെല്ലാം ഏറ്റുപിടിക്കും. ഞാനാ മമ്മി ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്നും തയാങ്കിന്റെ പപ്പയുടെ കയ്യിൽ നിന്നുള്ള വഴക്കെല്ലാം കേൾക്കുന്ന പാവം ജിന്നാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ച് ഇവരാണ് കുരുത്തക്കേട് കാണിക്കുന്ന. പാവം ജിന്നെല്ലാം ഏറ്റുപിടിക്കുവാന്ന്. അന്നോട്ട് ഇന്ന് വരെ അവരെന്നും ഒന്നിച്ചാണ്. മമ്മി ഇങ്ങനെ പറയുന്നതും കേട്ടോണ്ടാണ് ജിന്ന് വരുന്നത്. ജിന്നൊന്നും മിണ്ടാതെ നേരെ വന്നിരിക്കുമ്പോഴേക്കും യോങ്കി, ഏയ് പ്രൊഫസർ എത്താ പറഞ്ഞത്? തയാങ്കിന്റെ സീനിയർ ആണ്, ഫ്രണ്ടിന്റെ ബ്രദർ ആണ് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ അങ്ങനൊക്കെ കള്ളം പറഞ്ഞത്? ഇതെല്ലാം കൂടെ കേട്ടിട്ട് ജെക്കെ ആണെങ്കിൽ ഒരുമാതിരി കളിപ്പിച്ചിങ്ങനെ തയാങ്കിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ജെക്കെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാനെന്തിനാടാ നിന്നോട് പറയുന്നത് ഞാനിവന്റെ ചേട്ടനാണെന്ന്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ചേട്ടനാണെന്ന് ചോദിച്ചാൽ ഏത് വകയിൽ ചേട്ടൻ എങ്ങനെ ബ്രദറായി? പിന്നെ എന്റെ പപ്പയും മമ്മയ്ക്ക് ആക്സിഡന്റ് ആയ കാര്യങ്ങളൊക്കെ പറയണം. എനിക്കതൊക്കെ പറയാനൊരു സാഡ്നെസ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ. ഓക്കെ. ജിന്ന് പറയുന്നതെല്ലാം കേട്ടിട്ട് ജെക്കെ ഒരുമാതിരി കലിപ്പായിട്ട്. പ്രൊഫസർ, അപ്പം അത് മാത്രമേ ഉള്ളൂ? പ്രൊഫസറിന്റെ പേരൻസിന്റെ കാര്യം പറയാനായിട്ട് പ്രൊഫസറിന് കുറച്ച് സാഡാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ? അങ്ങനെ പറഞ്ഞു എന്റെ ഉദ്ദേശം. അല്ലാതെ മറ്റാരെങ്കിലും ജലസോ? ആരെ ജലസാക്കാൻ? മറ്റാരെങ്കിലും? അങ്ങനെയുള്ള മോട്ടിവേഷൻ ഒന്നും ഞാൻ പറഞ്ഞതിലില്ല. വെറുതെ ഡീറ്റെയിൽസ് എല്ലാം പറയണ്ട എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നീ കൂടുതൽ ആലോചിക്കാതെ കഴിക്കാം. ഓക്കെ.
പിന്നെ ജെക്കെ മോനെ ജങ്കു കഴിക്കടാ. എന്താ മോൻ കഴിക്കാത്തത്? നിങ്ങൾ എത്ര നാളായെന്നറിയോ നിങ്ങളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോവാന്ന് ഞാൻ ഈ തയാങ്കിനോട് പറയുന്നത്. കൊണ്ടുവരത്തേ ഇല്ല. അതെങ്ങനാ തയാങ്ക് വരത്തില്ലല്ലോ. ഇവനെ വിളിച്ച് എന്റെ നാവില് വെള്ളം പറ്റി. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവിടുന്ന് കോളേജിൽ നിന്ന് പോകാൻ നേരം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പം ജിന്നിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞവനാ. പോകാൻ നേരം എന്താ പറഞ്ഞെന്നറിയോ, അയ്യോ മമ്മി എനിക്ക് പോകാൻ പേടിയാ മമ്മി, ഞാൻ ഇതുവരെ വീട് വിട്ടു നിന്ന് പഠിച്ചിട്ടില്ല, എനിക്ക് പേടിയാ, ഞാൻ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോഴേ ഇങ്ങോട്ട് പോരും, ജിൻ പ്ലീസ് എന്നെ വന്ന് കൊണ്ടുപോണേ എന്ന് പറഞ്ഞ് കരഞ്ഞവനാ. ഇവിടുന്ന് പോയിട്ടോ ജെക്കേനെ കിട്ടി, ഫ്രണ്ടായിട്ട് യോങ്കിനെ കിട്ടിയെന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഈ 3 വർഷത്തിന് അവൻ ഇവിടെ വന്നത് 2 തവണ. വെക്കേഷന് പോലും വരത്തില്ല. അതും വന്നത് ഒന്ന് അവന്റെ പപ്പയുടെ ഓർമ്മ ദിവസം, 2 എനിക്കൊരു ദിവസം വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ. ഓർമ്മ ദിവസം വന്നപ്പോ തന്നെയോ എന്തുവായിരുന്നു, എനിക്കിവിടെ കിടന്നിട്ട് ഉറക്കം പറ്റുന്നില്ല. ഞാൻ പോവും എന്റെ ജെക്കേനെ കെട്ടിപ്പിടിച്ചിടുന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ അവൻ ഇവിടെ നിന്ന് പോന്നു. ആണോ മമ്മി? എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അവനോട് പറഞ്ഞ എന്താണെന്നറിയോ, വീട്ടില് ബന്ധുക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര ബഹളം, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ റൂമിൽ വന്നത്. ചുമ്മാതാ, എനിക്ക് എന്റെ ജെക്കെ കാണേന്ന് പറഞ്ഞിട്ടാ വന്നത്. എനിക്കും അങ്ങനെയാ മമ്മി, തയാങ്കിനെ ഹഗ് ചെയ്ത് കിടന്നാലേ എനിക്കും ഉറക്കം വരത്തുള്ളൂ. അല്ലേ തയാങ്കാണെങ്കിൽ ജെക്കെ എന്ത് ഉദ്ദേശത്തിലായി പറയുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുമാതിരി ഇങ്ങനെ നോക്കും. പക്ഷേ സത്യമെല്ലാം അറിയാവുന്നതുകൊണ്ട് ജിന്നിനാണ് ഇതൊക്കെ കേട്ടിട്ട് കലി വന്നിട്ട് വയ്യ. ഓ, തയാങ്കിനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ നിനക്ക് ഉറക്കം വരത്തുള്ളൂ. 3 മാസം കഴിയുമ്പോഴും നീ തയാങ്കിനെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുവോ? ഇത് കേൾക്കുമ്പോഴേക്കും ജെക്കും യോങ്കിക്കും ഒരു ഷോക്കാണ്. ഇയാളെന്താ ഇങ്ങനെ പറഞ്ഞത്? രണ്ടുപേരും പരസ്പരം നോക്കും. പ്രൊഫസർ എന്താടാ ഇങ്ങനെ പറഞ്ഞത്? 3 മാസം കഴിയുമ്പം ആരെ കെട്ടിപ്പിടിച്ച് കിടക്കണം? ഇനി പ്രൊഫസർ ജിന്നിന്റെ കാര്യമൊക്കെ അറിഞ്ഞോ? അറിയത്തില്ല. തയാങ്ക് ഇത് കേട്ടിട്ട് ഒരുമാതിരി ഡൗട്ടായിട്ട് നോക്കും. എന്ത് പറ്റി ജിനു, എന്താ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ കാര്യമുണ്ട്. യോങ്കിയും ജെക്കയും ഇന്ന് ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും തയാങ്കിന്റെ റൂമിൽ കിടന്നോ. തയാങ്ക് നീ എന്റെ റൂമിൽ വന്ന് കിടന്നോ. ഇത് കേട്ടതും ജെക്കയ്ക്ക് ഷോക്കാണ്. നൈറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും എന്ത് ജിന്നിന്റെ കൂടെ പോയി കിടക്കാന്നോ? അതൊന്നും പറ്റത്തൊന്നുമില്ല. ഹോസ്റ്റലാണെങ്കിലും ഞാനും തയാങ്കും തമ്മിലാണ് കിടക്കുന്നത്. ഞാനും തയാങ്കും ഒരു റൂമിൽ കിടക്കാം. വേണമെങ്കിൽ പ്രൊഫസർ ഒരു കാര്യം ചെയ്യും, യോങ്കിയായിട്ട് പോയി കിടന്നു. എനിക്ക് തയാങ്കിൻ്റെ കൂടെ കിടക്കണം. എനിക്ക് തയാങ്കിൻ്റെ കൂടെ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടത് മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ തയാങ്കും ജെക്കെ എന്ന് പറഞ്ഞാൽ പിരിയത്തേ ഇല്ലല്ലോ, അവർ തമ്മിൽ കിടക്കട്ടെ ജിനു. നീ ഒരു കാര്യം ചെയ്യും, യോങ്കിയായിട്ട് കിടക്ക്. അത് പിന്നെ മമ്മി തയാങ്ക്, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഫുഡ് കഴിച്ചിട്ട് വരൂ എന്നെ കാണാൻ. വരാൻ ജിനു, ഞാൻ റൂമിലോട്ട് വരാം. ഓ ശരി. അങ്ങനെ എല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കി ചിരിച്ച് കുറെ ടൈമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടൈമൊക്കെ സ്കിപ്പായിട്ട് ജെക്കെ പതുക്കെ റൂമിലോട്ട് വരും. റൂമിലോട്ട് വന്നിട്ട് തയാങ്കിന്റെ റൂമും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് കാണാം. ജനലും അവന്റെ കർട്ടനും ഫോട്ടോസും ജിന്നു വെച്ചിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ജിന്നിനെ കാണുമ്പോ ഓ പ്രൊഫസർ അവന്റെ ബ്രദറാന്നറിയാതെ ഞാൻ ഭയങ്കരമായിട്ട് ജലസ് ആയല്ലോ. ബ്രദറാന്ന് അറിഞ്ഞിട്ടും എനിക്ക് പ്രൊഫസറിനെ കാണുമ്പോൾ മനസ്സിലൊരു കലിപ്പുണ്ട്. സാരില്ല, ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് ബ്രദറാണെന്ന്. ഞാൻ എന്തൊക്കെ വിചാരിച്ചു. ബ്രദർ പ്രപ്പോസ് ചെയ്തോന്ന് വരെ ഞാൻ അവനോട് ചോദിച്ചു. സാരില്ല, അതൊക്കെ മാറും. തയാങ്കിനോട് എന്തായാലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കറക്റ്റ് സമയത്ത് പ്രൊഫസർ വന്നില്ലേ, അതിന്റെ ഒരു കലിപ്പ് എനിക്ക് പ്രൊഫസറോടുണ്ട്. സാരമില്ല, ഇന്ന് രാത്രി എന്തായാലും ഞാൻ അവനോട് ചോദിക്കും. അതുകൊണ്ട് അതോടെ പ്രൊഫസറിനോടുള്ള എന്റെ കലിപ്പൊക്കെ മാറും എന്നും പറഞ്ഞിങ്ങനെ ജിന്നിന്റെ ഫോട്ടോ നോക്കി സംസാരിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് തയാങ്ക് ഡോർ ഓപ്പൺ ചെയ്ത് വരും. ജങ്കുക്ക അവിടെ എന്ത് ചെയ്യുക? ഒന്നുമില്ലടാ, ഞാൻ നിന്റെ പ്രൊഫസറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമായിരുന്നോ? എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് തയാങ്ക് പതുക്കെ നടന്ന് ജെക്ക എടുത്ത് വരും. അപ്പൊ ഭിത്തിയിലൊക്കെ നിറയെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുമല്ലേ, അതൊക്കെ കാണിക്കും. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ കൊച്ചിലെടുത്ത ഫോട്ടോസ് ആണ്. ഇത് ആദ്യമായിട്ട് ജിന്ന് സ്കൂളിൽ പോവാ, യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. അപ്പൊ ഞാനും വഴക്കുണ്ടാക്കി, എനിക്കും പോകണം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ജിന്നിനൊപ്പം ഞാനും പോകും അവിടെ വരെ. പപ്പയാണെങ്കിൽ കാറ് വരെ അവിടെ വരെ എന്നെ കൊണ്ടുപോകും. പിന്നെ ഇത് കണ്ട, ഇത് ജിന്ന് കോളേജിൽ പഠിച്ചപ്പോഴുള്ള ഫോട്ടോയാണ്. ഇത് കണ്ടോ, ഇത് സ്കൂളിൽ പഠിച്ചപ്പോഴുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തയാങ്ക് ഓരോ ഫോട്ടോസ് ഒക്കെ കാണിച്ച് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും ജെക്കെ ഇങ്ങനെ തയാങ്കിനെ തന്നെ നോക്കി നിൽക്കുക. കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ജെക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ തയാങ്കിനെ പിടിച്ച് കറക്കി ഭിത്തിയിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് കൈ രണ്ടും പൊക്കി മേളിൽ വെക്കും. എന്നിട്ട് ക്ലോസ് ആയിട്ട് ഹഗ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ജെക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തയാങ്കിന് ഒരുമാതിരി പേടിയാ. ജങ്ക എന്താ ചെയ്യുന്നത്? അടങ്ങി നിൽക്കട അവിടെ. എന്തായിരുന്നോ? ജിന്ന് നിന്റെ സീനിയർ ആന്നല്ലേ നീ എന്നോട് പറഞ്ഞ? ബ്രദറാന്നെന്താ പറയാഞ്ഞേ? എന്തിനാടാ കള്ളം പറഞ്ഞ? പറയടാ. ഇത് പറഞ്ഞിട്ട് തയാങ്കിന്റെ ഫേസിന് നേരെ ക്ലോസ് ആയിട്ട് വരുവാണ്. തയാങ്കിനാണെങ്കിൽ ഒരുമാതിരി പേടിയുണ്ട്. അത് പിന്നെ ജങ്കൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അന്ന് ജിന്നല്ലേ പറഞ്ഞത് സീനിയർ ആന്ന്. അപ്പൊ ഞാനത് തിരുത്തിയും പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ.
തിരുത്തി പറഞ്ഞില്ല. ഓക്കെ, അവനവൻ്റെ പപ്പയുടെയും മമ്മയുടെയും കാര്യം പറയാൻ സാഡായതുകൊണ്ട് അവൻ തിരുത്തി പറഞ്ഞില്ല. നീയോ കുറച്ച് മുമ്പ് വരാൻ നിന്നോട് ചോദിച്ചല്ലേ പ്രൊഫസർ നിന്നെ പ്രപ്പോസ് ചെയ്തോന്നു. അപ്പം എന്നെ ഇങ്ങനെ ജെക്കെ പ്രപ്പോസ് ചെയ്യും, പ്രൊഫസർ എൻ്റെ ബ്രദറാണ് എന്ന് നീ എന്താ പറയുന്നേ? അപ്പോൾ നീ എന്നെ മനഃപൂർവ്വം ജലസാക്കിയതല്ലേ? നീ പ്രൊഫസറുമായിട്ട് ക്ലോസ് ആണെന്ന് കണ്ടിട്ട് ഞാൻ ജലസാണോന്ന് വെച്ചിട്ടല്ലേ നീ അത് പറയാനേ? അല്ലടാ തയങ്ക. ജലസാ? ജെങ്കൊക്കെ എന്തിനും ജലസാകണം? ഓ, നിനക്കൊന്നും അറിയത്തില്ലല്ലേ? നിനക്കിപ്പോൾ എന്നോട് ഒരു ഫീലിങ്സും ഇല്ല അല്ലേ? നിനക്ക് ഫീലിങ്സ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നെ ജലസാക്കുന്നത്? ഞാൻ ജിമിനുമായിട്ട് ക്ലോസ് ആകുമ്പോൾ നീ സാഡാകുന്നത്, എന്നോട് പിണങ്ങിയിരിക്കുന്നത്? ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നിന്റെ വിചാരം? പറയടാ, ജിമിനുമായിട്ട് ഞാൻ എന്ന് ക്ലോസ് ആകാൻ തുടങ്ങിയോ അന്നോട്ട് നിന്റെ രീതികളിലും ഫേസിലെ മാറ്റവും സാഡ്നെസ്സും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. നിന്റെ കണ്ണെന്നോട് പറയും ജങ്കുക്ക ജിമിനെ അല്ല നീ എന്നെ നോക്കുന്നു അല്ലേ? സത്യമല്ല ഞാൻ പറയുന്നത്? പറയടാ തയങ്ക, നിനക്കെന്നോട് ഫീലിങ്സ് ഇല്ലേ? തുറന്നു പറ. ജങ്കുക്ക ഫീലിങ്സാ? നിനക്കെന്ത് പറ്റി ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത്? നീ എന്താ കള്ളുമെല്ലാം കുടിച്ചിട്ടുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ വരുന്ന? കള്ളോ? നിനക്ക് എന്താടാ ഇങ്ങനത്തെ ഒരു സംശയം? ഇത്ര നേരം ഞാൻ നിൻ്റെ കൂടെ അല്ലായിരുന്നു ഇവിടെ ഉള്ള. ഇത്ര നേരം ചോദിക്കാൻ നീ ഇപ്പം എന്താ ചോദിക്കുന്നത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? അല്ല, സാധാരണ നീ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ജങ്ക എന്താ ഞങ്ങൾക്ക് മാറ് ക്ലോസ് ആയിട്ടൊക്കെ വരുന്ന കള്ളു കുടിക്കുമ്പോഴാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. ഓ, കള്ളു കുടിക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത് ക്ലോസ് ആയി വരാൻ പറ്റത്തുള്ളൂ. ജങ്കുക്ക എന്താ ഇപ്പം? മാർക്കേ, ജിന്നി പോരും, എനിക്ക് ജിന്നോട് സംസാരിക്കണം, ഞാൻ പോവാം. അതിപ്പം അവനിവിടെ അല്ലേ ഉള്ളത്, അപ്പുറത്തെ മുറിലല്ലേ, എപ്പോൾ വേണമെങ്കിലും പോയി സംസാരിക്കാം അല്ലേ? അത് തന്നെയല്ല, ജിന്നൊന്നും മുളോട്ട് വന്നിട്ടില്ല. യോഗിയും ജിന്നും മമ്മിയൊക്കെ താഴെ നിന്ന് സംസാരിക്കും. നമ്മൾ മാത്രമല്ല മുളോട്ട് വന്നുള്ളൂ. പിന്നെന്താ പ്രശ്നം? നീ പറ. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പം നിൻ്റെ ബ്രദർ വന്ന്. സത്യം പറയട്ടെ, പ്രൊഫസർ നിൻ്റെ ബ്രദറാന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു റിലീഫ്, എന്തോ ഒരു ഭാരം ഇരുന്നത് പറന്നു പോയതുപോലെ. സത്യം തയങ്ക, സത്യമായിട്ടും പറ. നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ? നീ തുറന്നു പറ. പറയടാ തയങ്ക. ജെക്കാണെ ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തയങ്കിനാണെ പേടിയുണ്ട്. തയങ്ക ഒരു അക്ഷരവും ഇണ്ടാതെ ഇങ്ങനെ കുഞ്ഞിക്കുവാണ്. ഇത് കാണുമ്പോൾ ജെക്കൊക്കെ ഒന്നും കൂടെ ഒരുമാതിരിയായിട്ട്. തയങ്ക എന്നെ നോക്ക്, എൻ്റെ കണ്ണി നോക്കടാ. ചെങ്കുക്ക, നിനക്ക് എന്ത് പറ്റി? നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ വിയേഡായിട്ടൊക്കെ പെരുമാറുന്നത്? ഫീലിങ്സാ നിനക്ക്? എന്താ? ഓ, ഫീലിങ്സ് എന്താണെന്നറിയില്ല, ഞാൻ നിൻ്റെ അടുത്ത് വിയേഡായിട്ട് പെരുമാറുന്നു അല്ലേ? നീ എന്തിനാ ഇതൊക്കെ ഷൈ ആയിട്ട് ചിരിച്ചോണ്ട് പറയുന്നത്? എൻ്റെ മുഖത്ത് നോക്കടാ, നോക്ക്. അപ്പം നീ പറയത്തില്ല നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്? നീ പറയത്തില്ല. സാരമില്ല, നീ പറഞ്ഞില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ആ മാർക്ക് ഞാൻ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. പറയടാ, ഞാൻ തന്നെ കണ്ടുപിടിക്കട്ടെ നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിട്ട് ഷോക്കായിട്ട് നേരെ നോക്കും. അതുപോലെ ജങ്കൊക്കെ എന്തൊക്കെയാ പറയുന്നത്? കണ്ടുപിടിക്കാന്നോ? ഫീലിങ്സാ? എന്താ ജങ്ക ക്ലോസ് ആയിട്ട് വരുന്നത്? ജങ്ക പ്ലീസ്, ജിന്നി പോരും, മാറ. ഞാൻ താഴോട്ട് പോവാം, മമ്മി എന്നെ അന്വേഷിക്കും. പൊക്കോ, താഴോട്ടോ മേലോട്ടോ ജിന്നിൻ്റെ റൂമിലോട്ടോ എവിടോട്ട് വേണേലും പൊക്കോ. ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട്. നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോ? നിൻ്റെ കണ്ണ് പറയുന്നുണ്ടല്ലോ തയാങ്ക്, നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്ന്. ജങ്കുക്ക, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് നിൻ്റെ കണ്ണ് പറയുന്നുണ്ടല്ലോ. അത് നിൻ്റെ ലിപ്സിന് പറഞ്ഞാൽ എന്താ? പറയത്തില്ല. അപ്പം ഈ ലിപ്സ് കൊണ്ട് നീ പറയത്തില്ല എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ആ ലിപ്സിനോട് തന്നെ ചോദിക്കാം എന്നോട് ഫീലിങ്സ് ഉണ്ടോയെന്ന്. അവനെന്നോട് രഹസ്യമായിട്ട് പറയട്ടെ അല്ലേ? അതല്ലായിരുന്നു നല്ലത്. എനിക്കതിനോട് താല്പര്യം. നിനക്കോ? ജെക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേക്കും ദയാങ്കിന് ഒരുമാതിരി ഷോക്കാണ്. ജെക്കെയാണോ ഇതൊക്കെ പറയുന്നത്? അതുപോലെ തന്നെ ഭയങ്കര പേടിയും, മറ്റൊരു സൈഡിൽ ഒരുമാതിരി സന്തോഷമുണ്ട്. ആഹാ, എൻ്റെ ജെക്കെ എന്നോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. ജെക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നതനുസരിച്ച് ദയാങ്കിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാണ്. ചെങ്ക എന്താ? ജിന്നിൻ്റെ റൂമിലോട്ട് ഞാൻ ചെല്ലാമെന്നാണ് പറഞ്ഞത്. ഞാൻ ചെന്നില്ലെങ്കിൽ ജിന്നിനെ തിരക്കി വരും. മാർക്കേ ചെങ്ക. തിരക്കി വരട്ടെ, നിൻ്റെ പ്രൊഫസർ തിരക്കി വരട്ടെ, എന്നിട്ട് കാണട്ടെ എന്ത് നമ്മൾ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ചോദിക്കും നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പം ഞാൻ പറയേ ഇവനെൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞാനിവനെ കിസ് ചെയ്യാണ് എന്ന് പറയും. ബോയ് ഫ്രണ്ടാ? ജങ്കയ്ക്ക് ഇതെന്താ? മറ വിട്ടേ. എന്താടാ ബോയ് ഫ്രണ്ടാണ്ടേ? അപ്പം നിനക്ക് എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ലെന്നാണ് നീ പറയുന്നത്? ഇത്ര നേരം ഞാൻ ചോദിച്ചിട്ടും ഇല്ല ജങ്കുക്ക, എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് ഞങ്ങൾക്കൊരു ഫീലിങ്സ് ഒന്നുമില്ല, ഞാനൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ദേഷ്യപ്പെടാത്തത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോകാതിരിക്കാനാ? ഇതൊന്നും നീ പറഞ്ഞില്ലല്ലോ.
ജങ്കുക്ക മാറ്, വിട്, എനിക്ക് പോണം എന്നൊക്കെ മാത്രമേ നീ പറഞ്ഞോളല്ലോടാ തേങ്ക. പറ തേങ്ക, എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് അടുത്ത് വന്ന് നിന്നെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നിട്ട് നീ ഒന്നും പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതൊക്കെ നിനക്ക് ഇഷ്ടമാണെന്ന അല്ലേ? അല്ലാട്ട തേങ്ക, പറയടാ, പറ, നീ എന്താ പറയത്തെ? ജെക്കെ, നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇത്ര നേരം നീ ഒരു ഫണ്ണിനെ ഫ്രാങ്ക് ചെയ്യാന്ന് വെച്ചിട്ടാ ഒന്നും പറയാൻ. ഞാനല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല. മാറി നീ. ഓ, ഫ്രാങ്കാന്ന് വിചാരിച്ച് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രാങ്ക് ചെയ്യുന്ന ടൈപ്പാന്ന് വിചാരിച്ച് ആണോ? ചുങ്ക, ചുമ്മാ വഴക്കിടണ്ട, മാറിക്കേ. പറയത്തില്ല അല്ലേ നീ? ഞാൻ നിന്നോട് ചോദിച്ചാലും പറയത്തില്ല അല്ലേ? നീ പറയത്തില്ലേ? അപ്പം നീ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിനക്കെന്നോട് ഫീലിങ്സ് ഇല്ല അല്ലേ? നിനക്കെന്നോട് ഫീലിങ്സ് ഇല്ലെന്ന് ഉറപ്പല്ലേ? എന്നാൽ പിന്നെ ജിമ്മിനെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കുമ്പോഴേക്കും ദയാങ്ങനെ ഷോക്കാണ്. ഒരുമാതിരി ഷോക്കായിട്ട് നേരെ ജെക്കിനെ നോക്കും. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ ഒരുമാതിരി റെഡിഷ് ആവും. ഇത് കണ്ടത് ജെക്കിക്ക് ഒരുമാതിരി ഹാപ്പിയാണ്. എന്താ ദയങ്ക, നിനക്കെന്നോട് ഫീലിങ്സ് ഇല്ല? ഇത്ര നേരം ഞാൻ നിന്നോട് ചോദിച്ചിട്ടും നീ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പിന്നെ ഞാൻ ജിമ്മിനെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം എന്തിനാ നിന്റെ കണ്ണൊക്കെ നിറയുന്നത്? ഇങ്ങനെ റെഡിഷ് ആവുന്ന എന്തിനാ? പറയടാ, നിനക്ക് എന്നോട് ഫീലിങ്സ് അല്ലെങ്കിൽ പിന്നെ നിന്റെ കണ്ണ് നിറയുന്നത് എന്തിനാ? പറയടാ തേങ്ക, തേങ്ക, ചങ്ക, നിനക്ക് എന്നോട് ഫീലിങ്സ് ഇല്ല ഇല്ലേ? എന്നോട് നിനക്ക് ഫീലിങ്സ് ഇല്ലേ തേങ്ക, തേങ്ക അന്ന് പറഞ്ഞ് അടുത്തടുത്ത് വന്നിട്ട് നേരെ ചെക്കിൻ്റെയും താങ്കിനെ കിസ് ചെയ്യും. താങ്കാണെങ്കിൽ ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. താങ്ക, ഐ ലവ് യു, ഐ റിയലി ലവ് യു ചിങ്ക. അവസാനം ഐ ലവ് യു ജിം എന്ന് പറയുമോ? ഇല്ലടാ, നീ അതൊക്കെ എപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടോ? എന്ത്? നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ പിന്നെ ഓർമ്മയില്ലാതാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. ജങ്ക, എനിക്ക് 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 മനസ്സിലായില്ല. കള്ളോടിച്ചു നീ എന്ന് പറഞ്ഞേക്ക് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടട പൊട്ട. എന്ത് ഓർമ്മയുണ്ടെന്നാ? നീ ഓർമ്മയുണ്ടെങ്കിൽ ലവ് യു ജിം എന്ന് എന്നോട് എന്തിനാ പറഞ്ഞത്? ജങ്ക, എന്തിനായിരിക്കും പറഞ്ഞത്? ഇപ്പം ഞാൻ നിന്നോട് എന്താ പറഞ്ഞ? ഇപ്പം ഞാൻ കള്ളോടിച്ചിട്ടില്ലല്ലോ. എന്നോട് എന്താ പറഞ്ഞ? ഐ ലവ് യു തയാങ്ക, തയാങ്ക, ഐ ലവ് യു എന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജെക്കെ. എടാ പൊട്ട, ഞാൻ ചുമ്മാ അന്ന് ഞാൻ നിന്നെ കിസ് ചെയ്ത് പെട്ടെന്ന് വന്നതിനെ പ്രപ്പോസ് ചെയ്യാതെ കിസ് ചെയ്തപ്പം നീ ഒരുമാതിരി ഷോക്കായിട്ട് എന്നെ നോക്കി. ഇനി നിനക്കത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് വെച്ച് പെട്ടെന്ന് ഞാൻ ഐ ലവ് യു ജിം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നീ എന്നോട് ചോദിച്ചാലോ എനിക്ക് പറയാലോ ഫിറ്റായിട്ട് ഞാൻ ജിമിനാന്ന് വിചാരിച്ച് കിസ് ചെയ്തന്ന്. ജെക്കുക്ക, നീ ഒരു ഇഡിയറ്റാണ്, ഇഡിയറ്റ്. ഓക്കെ, ഞാൻ ഇഡിയറ്റാണ്, അവിടെ നിൽക്കട്ടെ. നീ പക്ഷേ എപ്പോഴും പറഞ്ഞില്ലല്ലോ നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോന്ന്. ഫീലിങ്സാ? എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നുമില്ല. ഇല്ലേ? നിനക്ക് എന്നോട് ഫീലിങ്സ് ഒന്നുമില്ല? ഇല്ല ചെങ്കുക്ക, എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല. ഞാൻ നിന്നൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഓഹോ, ബെസ്റ്റ് ഫ്രണ്ട് കിസ് ചെയ്ത, അതും ലിപ്പിൽ കിസ് ചെയ്ത, അനങ്ങാതെ നിന്ന് മേടിക്കുമല്ലേ? എന്നാ അവിടെ നിൽക്കുക, യുങ്കിനെ വിളിക്കാം, അവനോട് പറയാം ഒരു കിസ് ചെയ്യാൻ. എന്തോ ചെങ്ക ഈ പറയുന്നത്? പിന്നെ നീയല്ലേ പറഞ്ഞത് അവനും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? വിളിക്കട്ടെ, യുങ്കിനെ വിളിക്കട്ടെ ഞാൻ. ചെങ്കുക്ക, പിന്നെ എന്താടാ പറയടാ, നീ സമ്മതിക്കത്തില്ലല്ലേ? എന്ത് പറഞ്ഞിട്ട് ജെക്ക ആണെങ്കിൽ തയാങ്ങനെ ഭയങ്കരമായിട്ട് മുറുക്ക ഹഗ്ഗയോ അച്ഛ വീട് ജെങ്കുക്ക വിടക്ക ജെങ്ക എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് ടപ്പെന്ന് പറഞ്ഞ ഡോർ ഓപ്പൺ ആവും. ജെങ്കുക്ക ജെക്കയാണെ തിരിഞ്ഞു നോക്കുമ്പോ എന്താ തയാങ്ക വന്ന് ഡോർ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഇത്ര നേരം നടന്ന കാര്യങ്ങളെല്ലാം ജെക്കയാണെങ്കിൽ ആലോചിച്ചോണ്ടിരുന്നതാണ്. തയാങ്കാണെങ്കിൽ ജെക്കനെ നോക്കിയിട്ട് വീടായിട്ട് എന്ത് പറ്റി ജെങ്ക ഷോക്കായിട്ട് നോക്കുന്നു. എന്റെ ഒരു കാര്യം വെറുതെ ഓർത്തി വരുന്നല്ലേ എല്ലാം. എന്താ കിടക്കാതെ അവിടെ മാറി നിൽക്കുന്നത്? ഒന്നുമില്ലടാ എന്ന് പറഞ്ഞിട്ട് ജെക്കയാണെങ്കിൽ ഇങ്ങനെ തയാങ്ങനെ തന്നെ നോക്കിക്കാണ്. തയാങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ തന്നെ ഒരുമാതിരി ജെക്ക നോക്കി നിൽക്കുക. ജെക്കയ്ക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. ജെക്കയാണ് നേരെ കളിപ്പായിട്ട് ഇങ്ങോട്ട് നടന്നു വരും. ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ തയാങ്കിനെ നേരെ പിടിച്ച് ഭിത്തിയിലോട്ട് ലോക്ക് ചെയ്യും. ഡോറിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഭിത്തിയിലോട്ട് ലോക്ക് ചെയ്യും. ഡോറാണ് ഓപ്പൺ ആയി കിടക്കുക. ഒന്നും നോക്കത്തില്ല, നേരെ അങ്ങ് കിസ് ചെയ്യും. തയാങ്ക് എന്താ കാണിക്കുന്നത്? തയാങ്കിനാണെങ്കിൽ ഒരുമാതിരി ഷോക്കാണ്. എന്ത് പറ്റി ജെക്ക പെട്ടെന്ന് ഒന്ന് കിസ് ചെയ്യുന്ന
കുറച്ചു നേരം കിസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തയാങ്കും ബാക്ക് കിസ് ചെയ്യും. ചക്ക ചക്ക. പിള്ളേരാണെങ്കിൽ ഇവിടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കറക്റ്റ് സമയത്ത് തയാങ്കിനെ വിളിക്കാനായിട്ട് ജിന്ന് റൂമിലോട്ട് വരും. ഡോർ ഓപ്പണിൽ തന്നെ ഇരിക്കുകയല്ലേ. ഇത് കണ്ടിട്ട് ജിന്നാണെങ്കിൽ ഭയങ്കര ഷോക്കാണ്. ദേഷ്യവും ഷോക്കും എല്ലാം ആയിട്ട് തയാങ്ക്. ഈ വിളി കേട്ടതും ജെക്കെയും തയാങ്കും ഷോക്കാണ്. ജങ്ക എന്ന് പറഞ്ഞ രണ്ടുപേരും ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആരാ വന്ന് ഡോറിൻ്റെ അവിടെ നിൽക്കുന്നത്? ജിന്നാണ്. ഇത് കണ്ടതും ജെക്കെ ഒരുമാതിരി ചമ്മി. തയാങ്ക് ഞാൻ ബാത്റൂമിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ അവിടെ നിന്ന് നേരെ ബാത്റൂമിലോട്ട്. തയാങ്കിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുമാതിരി ജിന്നിനെ നോക്കിക്കോ. ജിന്നാണ് കല്ലിപ്പിച്ചിട്ട് തയാങ്ക് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒന്ന് കാണണം, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ട, നീ ടെറസിലോട്ട് വാ. ശരി ജിൻ, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. ഓ വരുമോ? വരാം ചെല്ല്. ശരി എന്ന് പറഞ്ഞിട്ട് ജിൻ്റെ അവിടെ നിന്ന് നേരെ ടെറസിലോട്ട് പോകും. തയാങ്കിനാണെങ്കിൽ ഷൈ ആയിട്ട് പോയി. അയ്യോ എനിക്ക് വയ്യ. ജിന്ന് കണ്ട് ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതല്ല, ചെങ്കൊക്കെ എത്രയാണ് കിസ് ചെയ്തത്? ഞാൻ ഡോർ തുറന്നിക്കൊണ്ട് വന്നതേ ഉള്ളൂ. പെട്ടെന്ന് വന്ന് പിടിച്ചു വെച്ച് കിസ് അടിച്ച് എന്തിനാ? ഒന്നും പറയാതെ. അയ്യോ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ബാക്ക് ചെയ്തത്. ഷൈ ആയിട്ടറിയാലോ. ജിന്നിൻ്റെ അടുത്ത് എന്നിട്ട് എന്ത് പറയുമോ? ജിന്നു വല്ല ചോദിക്കോ? ജിന്നിൻ്റെ മുഖം കണ്ടിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടല്ലോ. എന്ത് പറയാനായിരിക്കും? ഞാനിനി പിണങ്ങിപ്പോകുന്നതിന് വഴക്ക് പറയാനായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെ ജിന്നിൻ്റെ അടുത്തോട്ട് പോകും? പോയില്ലെങ്കിൽ വിടത്തില്ലെന്ന് തോന്നല്ലോ. ഇപ്പൊ 3-4 വർഷം പറഞ്ഞല്ലോ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എന്ത് ചെയ്യും? പോയാലോ? പോയാ കിസ് ചെയ്ത് എന്തിനാന്ന് ചോദിക്കോ? എന്നെ കളിയാക്കോ? എനിക്ക് താണം വരുന്നു. ചെങ്കുക്ക. അയ്യോ ചേക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും? എന്തിനാ ബാക്ക് കിസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാ? അയ്യോ ഷൈ ആവുന്നല്ലോ. ചേക്കനെ ഫേസ് ചെയ്യുന്നതിന് നല്ലത് ജിന്നിൻ്റെ അടുത്തോട്ട് പോകുന്നേ എന്ന് പറഞ്ഞിട്ട് തയാങ്കാണ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വരുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യും. 3 പേരെ ഫോൺ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇനി തയാങ്കിന്റെ ഫോണാണോ അടിച്ചതെന്ന് അറിയാൻ വേണ്ടി തയാങ്ക തിരിച്ച് ഫോൺ ഇരിക്കുന്നിടത്തോടെ നടക്കുവാണ്. ഇതേ സമയത്ത് ബാത്റൂമിൽ നമ്മുടെ ജെക്കെ ആണെങ്കിൽ ഒത്തിരി ഷൈ ആയിട്ട് നിൽക്കുകയാണ്. ഓ ജെക്കെ, നീ എന്തുവാടാ കാണിച്ചത്? നീ എന്തിനാടാ തയാങ്കിനെ പിടിച്ച് കിസ് അടിച്ചത്? കിസ് അടിച്ചത് പോട്ടെ, ഡോർ ക്ലോസ് ചെയ്യണമെന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലടാ നിനക്ക്. ആ ചിഹ്നം കണ്ട് ഇനി എന്ത് ചെയ്യും? അതല്ല, ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങുമ്പോ തയാങ്ക ഇനി എങ്ങനെ ചോദിക്കോ? എന്തിനാ ജെക്കെ കിസ് അടിച്ചാന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? ഇന്നാള് ലവ് യു ജിമിൻ എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ എന്ത് പറയോ? ജെക്കെ നിനക്ക് ഇത്രയ്ക്കും നിനക്കെന്താ നിന്നെ കൺട്രോളേ ചെയ്യാൻ പറ്റത്തില്ല. എന്തുവാടാ ഇത്? എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജെക്കെ ആണെങ്കിൽ അവിടെ ഒരുമാതിരി ഷൈ ആയിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം സ്റ്റെപ്പ് കയറി നമ്മുടെ ജിന്നാണെങ്കിൽ മോളിൽ ടെറസിൽ പോയി നിൽക്കുകയാണ്. ഇത്ര നേരമായിട്ടും തയാങ്കിനെ കാണാത്തതിന് ഒരുമാതിരി കലിപ്പായിട്ട് ഞാൻ നിൽക്കുകയാണ്. അവരുടെ കൂടെ കിസ് അടിച്ചൊക്കെ കണ്ടല്ലോ. ഈ തയാങ്ക് ഇത്ര പ്രാവശ്യമായിട്ട് ഞാൻ നിന്നെ വിളിക്കുകയാണ് ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അവനാണ് വരുന്നുണ്ടോ എന്ന് നോക്ക്. ഇത്ര നേരമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുക. അവനെന്തിനാ ജെക്കിനെ കിസ് അടിച്ച്? ഇനി പ്രപ്പോസ് ചെയ്ത് ഒരുമാതിരി ഫീലിങ്സ് കിസ് അടിച്ചാണോ തയാങ്ക്? അതോ കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്ത പോലല്ലേ തോന്നിയത്? ഈ ജെക്കയുടെ മനസ്സിൽ എന്തുവാന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. 3 മാസം കഴിയുമ്പോൾ അവന്റെ കല്യാണമാണ്. പിന്നെ അവൻ തയാങ്കിനെ എന്തിനാ കിസ് ചെയ്യുന്നത്? ഇനി അവൻ ഒരുമാതിരി ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് പോലൊരു ഫീലിങ്സിലാണോ അവൻ തയാങ്കിനെ കാണുന്നത്? സത്യമെല്ലാം പറയാന്ന് വെച്ചാൽ തയാങ്കാണ കയറി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിന്നു ഒരുമാതിരി എന്തൊക്കെയോ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തയാങ്കാണെങ്കിൽ ഇനി തയാങ്കിന്റെ ഫോണാണ് അടിച്ചതെന്ന് അറിയത്തില്ലല്ലോ. ഈ ഡൗട്ടിൽ പതുക്കെ നടന്ന് ഫോൺ ഇരിക്കുന്നിടത്തോട്ട് ചെന്ന് നോക്കും. കണ്ടതും തയാങ്ക് ഭയങ്കര ഷോക്കാവും. നോക്കുമ്പം വിളിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ജിമിനാണ്. വൈഫിയാ?